52ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഫ്രഞ്ച് മ്യൂസിക്കൽ ക്രൈം കോമഡിയായ എമിലിയ പെരേസ് സ്വന്തമാക്കി. ഈ വിഭാഗത്തിലേക്ക് ഇന്ത്യൻ സംവിധായിക പായൽ കപാഡിയയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രവും മത്സരിച്ചിരുന്നു. മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ വിഭാഗങ്ങളിലാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് മത്സരിച്ചത്. എമിലിയ പെരേസിന്റെ സംവിധായകൻ ജാക്വസ് ഔഡിയാട്ട് ആണ് മികച്ച സംവിധായകൻ. നടിക്കുള്ള പുരസ്കാരം എമിലിയ പെരേസയിലെ കർല സോഫിയ ഗാസ്കോൺ സ്വന്തമാക്കി. ഗോൾഡൻ ഗ്ലോബിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിനേത്രി എന്ന പ്രത്യേകതയും കർല സോഫിയ ഗാസ്കോണിന് ഉണ്ട്. ഞാനിപ്പോൾ വായിച്ച വാർത്തയിൽ ഒരു അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. ഞാനത് തത്സമയം വായിച്ചപ്പോൾ ഉണ്ടായ ഒരു പിശകാണ്. പക്ഷേ പിശക് എന്ന് പറയുന്നത് ആ വാക്കുമായി ബന്ധപ്പെട്ട് ആർക്കും സംഭവിക്കാവുന്ന പിശകാണ്. ഗോൾഡൻ ഗ്ലോബിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആക്ടർ എന്ന പ്രത്യേകതയും കർല സോഫിയ ഗാസ്കോണിനുണ്ട് എന്നതാണ് ഞാൻ വായിക്കേണ്ടിയിരുന്നത്. ഞാൻ അതിനെ വായിക്കുന്നതിനിടയിൽ തത്സമയം ആക്ടർ എന്ന ഇംഗ്ലീഷ് വാക്കിന് പകരം അഭിനേത്രി എന്നുപയോഗിച്ചു. ട്രാൻസ്ജെൻഡർ ആക്ടർ എന്നതിനെ അതൊരു ഇംഗ്ലീഷ് പ്രയോഗമാണെങ്കിൽ തന്നെയും അങ്ങനെ തന്നെയാണ് മലയാളികൾ പറയേണ്ടത്. അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി നടി എന്നോ നടൻ എന്നോ മാറ്റാൻ പാടില്ല. കാരണം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് പുരുഷലിംഗമോ സ്ത്രീലിംഗമോ അതല്ലാതെ നിൽക്കുന്ന ഒന്നാണ്. ട്രാൻസ്ജെൻഡർ സവിശേഷമായൊരു വ്യക്തിത്വമാണ്. അതിനെ നമ്മൾ അഭിനേതാവ്, അഭിനേത്രി എന്നിങ്ങനെ വിവർത്തനം ചെയ്യാൻ പാടില്ല. ട്രാൻസ്ജെൻഡർ ആക്ടർ എന്നതിനെ ട്രാൻസ്ജെൻഡർ ആക്ടർ എന്ന് തന്നെ പറയണം. അത് ചൈനയിലാവട്ടെ, മലയാളത്തിലാവട്ടെ, ഹിന്ദിയിലാവട്ടെ, തമിഴിലാവട്ടെ, ഏത് ഭാഷയിലായാലും അതിനെ നമ്മൾക്ക് ഉപയോഗിക്കാൻ ഒരു പക്ഷേ ഇംഗ്ലീഷ് തന്നെ സാധ്യമാവൂ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. എന്തായാലും ഗോൾഡൻ ഗ്ലോബിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആക്ടർ എന്ന പ്രത്യേകതയും കർല സോഫിയ ഗാസ്കോണിനുണ്ട്. മികച്ച ഇംഗ്ലീഷ് ഇതര ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടി, മികച്ച സ്വഭാവ നടി എന്നിവയടക്കം 4 അവാർഡുകൾ എമിലിയ പെരേസ് നേടി.